പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതം സങ്കീർണ പ്രശ്നങ്ങളാൽ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് പനക്കലച്ചൻ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. സ്നേഹം നിറഞ്ഞ പനക്കലച്ച, എൻ്റെ പേര് വത്സമ്മ. ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. ഈയിടെയായിട്ട് ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല. നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഞങ്ങളെല്ലാവരെയും നന്നായി നോക്കിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഈ ഇടയായി ജോലിക്ക് പോകാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു കൂട്ടുകാരനുമായി ചേർന്ന് ഏതോ ചാത്തൻ സേവ നടത്തുന്ന സ്ഥലത്തേക്ക് പോയതായി എനിക്ക് നിർദ്ദേശം ലഭിച്ചു. അവിടെ പോയതിൽ പിന്നെ എന്നോടും എൻ്റെ മക്കളോടും ദേഷ്യവും പള്ളിയിലും പോകേണ്ട എന്ന് താക്കീതും ചെയ്തു. ആകെ ഞങ്ങൾ ഭയത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞു. ഞാനും എൻ്റെ മക്കളും എൻ്റെ ചേച്ചിയുടെ ഭവനത്തിൽ താൽക്കാലികമായി മാറി താമസിക്കുകയാണ്. ഇതിനെ ഒരു പ്രതിവിധി പറഞ്ഞു തന്ന അച്ഛൻ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വത്സമ്മ. നമ്മൾ വായിച്ചു കേട്ട ഈ കത്തിൻ്റെ ഉള്ളടക്കം ഒരു കുടുംബനാഥൻ കുടുംബത്തെ കൂടുതൽ സമ്പന്നമാക്കാനും കുടുംബാംഗങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കാനും വേണ്ടി അങ്ങനെ പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ചെന്ന് സാധൻ സേവാ മഠങ്ങളിലൊക്കെ ചെന്ന് പെട്ട് അങ്ങനെ ഈ കുടുംബം ഛിന്ന ഭിന്നമായി തകർന്നുകൊണ്ടിരിക്കുന്ന തകർച്ചയുടെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ആദ്യമായിട്ട് പറയുവാനുള്ളത്, സമ്പത്തിനെക്കുറിച്ചുള്ള തെറ്റായ ആശയം ഈ കുടുംബനാഥൻ്റെ ഉള്ളിലുണ്ട്. സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്നും സമ്പത്ത് ദൈവം തരുന്ന ദാനമാണെന്നും ആ അറിവ് ഈ കുടുംബനാഥനില്ല. അപ്പം അതുകൊണ്ട് സമ്പത്ത് ആര് തരാമെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വഴിയെല്ലാം വിട്ട് അവരുടെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അതിനാൽ ഈ കുടുംബനാഥൻ ആദ്യമേ തന്നെ പണമെന്ന വിഗ്രഹത്തിൻ്റെ അടിമയായിട്ട് കഴിയുകയാണ്. പിന്നീടാണ് അദ്ദേഹം സാത്തൻ സേവാ മഠത്തിലൊക്കെ ചെന്ന് ചാടിയത്. പക്ഷേ അയാൾ ആരംഭത്തിൽ തന്നെ ദ്രവ്യാഗ്രഹം, പണമോഹം എന്ന വിഗ്രഹം ഈ വ്യക്തിയുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തി തിന്മയുടെ അടിമയാണ്. ആ അടിമത്തം മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇയാളെ ഭാര്യയ്ക്കോ പിള്ളേർക്കോ മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ പണമുണ്ടായാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, പണമുണ്ടായാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന ഒരു മാനസിക മുദ്രാവാക്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ. അതായത് ദൈവമല്ല രക്ഷിക്കണത്, പണമാണ് രക്ഷിക്കുന്നത്. അതെ. അപ്പോൾ പണത്തെ കേന്ദ്രമാക്കിയ ഒരു കുടുംബമായിരുന്നു അവർ. ആ സമയത്ത് ഇവരുടെ വിചാരം ഞങ്ങൾ ദൈവഭക്തരാണ് എന്നൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചിരുന്നത്. എന്നാൽ ശരിക്കും ദൈവഭക്തരല്ല എന്ന്. എന്നാൽ അവർ തിന്മയുടെ അടിമത്തത്തിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തിന്മയുടെ അടിമത്തത്തിൽ അവർ കഴിഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു അവസ്ഥയിൽ അവർ പശ്ചാത്താപത്തിലേക്ക് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ അനുതാപത്തിലേക്ക് നയിക്കുവാനായിട്ടാണ് ദൈവം അവരെ കൈവിട്ടത്. ഈ തകർച്ച അവർക്ക് വന്നിട്ടുള്ളത്. അതെ, ദൈവം ഒരു കൈവിട്ട ഒരവസ്ഥയാണ് വാസ്തവത്തിൽ
ഈ മറ്റ് മന്ത്രവാദികളുടെയൊക്കെ അടുത്ത് പോവുക എന്നത്. കാരണം അവരെ ഒരിക്കലും രക്ഷിക്കാൻ കഴിവില്ലാത്തവരുടെ അടുക്കലേക്കാണ് അവരതുവഴി കടന്നു ചെല്ലുന്നത്. നമ്മൾ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 13-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ. മനുഷ്യാത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി എല്ലാ കൈത്തണ്ടുകൾക്കും മന്ത്രച്ചരടുകൾ നെയ്യുന്നവരും എല്ലാ വലിപ്പത്തിലുള്ളവരുടെ തലയ്ക്ക് യോജിച്ച മൂടുപട ഉണ്ടാക്കുന്നവനുമായ സ്ത്രീകൾക്ക് ദുരിതം. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ജീവനെ വേട്ടയാടുകയും നിങ്ങളുടെ ജീവനെ രക്ഷിക്കുകയുമല്ലേ. അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നവർക്കുള്ള താക്കീതാണിത്. ലേവ്യർ 20:6 പറയുന്നു, ആരെങ്കിലും മന്ത്രവാദികളെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയുകയും ചെയ്യും. വളരെ ശക്തമായ മുന്നറിയിപ്പ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കുടുംബം ബൈബിൾ വായിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ പരമ്പരാഗതമായ ചില ഭക്തകൃത്യങ്ങളും ആചാരങ്ങളും ഒക്കെ മുഴുകി അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകുന്നു. അവിടെ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇവരാരും കടന്നു വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ ഈ സ്ത്രീ ഭർത്താവ് സത്തന സേവയ്ക്ക് പോയതിനെക്കുറിച്ചായിരിക്കാം ഈ സ്ത്രീ പേടിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് തന്നെ പണമെന്ന വിഗ്രഹത്തെ ഹൃദയത്തിൽ പൂജിച്ച ഒരവസ്ഥയാണ് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയുവാനുള്ളത്, ഈ സഹോദരി വന്ന് ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് സ്വന്തം തെറ്റുകൾ ആ സഹോദരി മനസ്സിലാക്കട്ടെ. ഒരുപക്ഷെ ഭർത്താവിനെ ആദ്യം വിളിച്ചാൽ വരികയിലായിരിക്കും. കാരണം ഇയാൾ ഒരു അടിമത്തത്തിൽ കഴിയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മധ്യസ്ഥം വഹിച്ചുള്ള പ്രാർത്ഥന ആവശ്യമുണ്ട്. അത് ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, 1 കൊറിന്ത്യർ 7:14 നമ്മൾ വായിക്കുന്നുണ്ട്, ഭർത്താവ് മുഖേന ഭാര്യയും ഭാര്യ മുഖേന ഭർത്താവും വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാഗ്ദാനം ഈശോ വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഈ ഭാര്യയ്ക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട്. അവളൊരു ധ്യാനത്തിന് വന്ന് കൂടണം. അതായത് ഈ സഹോദരി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുമെന്ന്. അതിനു മുൻപ് ഈ സഹോദരി സ്വന്തം തെറ്റുകളുണ്ടെങ്കിൽ അതിൽ മനസ്തപിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്യാനായിട്ട്. അതെ, ഈ സഹോദരി ഉൾപ്പെടെ ഈ കുടുംബത്തിലെ തെറ്റുകൾക്ക് ഉത്തരവാദിയാണെന്ന്. അതെ, ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്ത സമ്പത്ത് തരുന്ന ദൈവമാണെന്നുള്ള ചിന്ത പോയി. തന്നെയല്ല, പണം ഇവരുടെ ഹൃദയത്തിനുള്ളിൽ 1-ാം സ്ഥാനത്ത് കയറുകയും ചെയ്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ പണം എന്ന വിഗ്രഹത്തെ അനുദപിച്ച് മാറ്റിക്കളഞ്ഞ് അവിടെ ഈശോയെ പ്രതിഷ്ഠിച്ച് ആ ധ്യാനത്തിലൂടെ ഒരു നല്ല മാനസാന്തരത്തിലേക്ക് ഈ സഹോദരി കടന്നു വരണം. അങ്ങനെ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു ഭാര്യ എന്ന നിലയിൽ ദൈവം അവൾക്ക് നൽകിയിരിക്കുന്ന ദൈവിക അധികാരങ്ങളെക്കുറിച്ച് അവൾ അറിവുള്ളവരായിരിക്കണം. ഒരു ദൈവിക അധികാരമാണ് അവളുടെ നിരന്തരമായ മധ്യസ്ഥതയും പ്രാർത്ഥനയും വഴി ഭർത്താവിനെ വിശുദ്ധീകരിക്കുവാനായിട്ട് അവൾ ദൈവ കൈകളിലെ ഉപകരണമാണ് എന്ന യാഥാർത്ഥ്യം. അതങ്ങനെ ഇവൾക്ക് ചെയ്യാൻ കഴിയും. അവൾ എപ്പോഴും ഓർക്കണം, നമ്മുടെ തനിച്ചുള്ള പ്രാർത്ഥനകളോ നമ്മുടെ തനിച്ചുള്ള സൽപ്രവൃത്തികൾക്കോ അതിന് വലിയ വിലയൊന്നുമില്ല. ദൈവസന്നിധിയിൽ
വിലയുള്ളത് നമ്മൾ ക്രിസ്തു എന്ന മധ്യസ്ഥനോട് ചേരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വിലയുണ്ടാകുന്നത്. അപ്പം നമ്മളിവിടെ കാണുന്നത് സ്വർഗാരോഹണം ചെയ്ത യേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് ലോകത്തിലുള്ള സർവ്വ മനുഷ്യയും രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ നയിക്കുന്ന ദാഹം അതാണെന്ന്, ആഗ്രഹം. അതെ, പൂർണ്ണമായിട്ടും അതെ. ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആ പ്രാർത്ഥനയിൽ ഈ കുടുംബമുണ്ട്. ഈ പ്രാർത്ഥനയിൽ ഇവളുടെ ഭർത്താവുണ്ട്, ഇവളുമുണ്ട്. അപ്പോൾ ഇവള് ഒരു ധ്യാനം കൂടി മാനസാന്തരത്തിലേക്ക് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇവൾ യേശുവിൻ്റെ ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരണം. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എങ്ങനെ പങ്കുചേരാൻ സാധിക്കും? ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2, ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന തിന്മയ്ക്കെതിരെയുള്ള യുദ്ധമാണ്, പൈശാചികശക്തികളെക്കെതിരെയുള്ള യുദ്ധമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, ഈ തിന്മയുടെ ശക്തി അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ തിന്മയ്ക്കെതിരെ, തിന്മയെ പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയും അവൻ്റെ നാമത്തിൻ്റെയും അവൻ്റെ രക്തത്തിൻ്റെയും എല്ലാം യോഗ്യതയ്ക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ആ യോഗ്യതയിൽ ഇവൾ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുക. എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന പൂർണ്ണമാകുന്നത് യേശുവിനോട് കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണെന്ന് അച്ഛൻ പറയാം. എബ്രായ ലേഖനം 7:25 പറയുന്നുണ്ട്, തന്നിലൂടെ പിതാവിനെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിയും. അപ്പം അതുകൊണ്ട് അവൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അന്ധകാര ശക്തികൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഇവൾ മനസ്സിലാക്കണം, ഈ അന്ധകാര ശക്തി ലോകത്തിലുണ്ട്. അതുകൊണ്ട് ലോകമെമ്പാടും ആരൊക്കെ ഇത്തരം തിന്മകളിൽ ചെന്ന് വീഴുന്നുവോ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സ്വന്തം ഭർത്താവിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഈ ഇത്തരം മന്ത്രവാദമൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ വരെ ഉണ്ടല്ലോ, അവരും രക്ഷ പ്രാപിക്കേണ്ടവരാണ്. അവർക്കും അറിയാൻ പാടില്ല യേശു ക്രിസ്തുവിനെക്കുറിച്ച്, യഥാർത്ഥ രക്ഷകനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അവർ രക്ഷകനല്ലാത്ത പലതിൻ്റെയും പുറകെ ഇങ്ങനെ തേടിപ്പോകും, വ്യർത്ഥമായിട്ട് പൊട്ടക്കിണർ അന്വേഷിച്ചു പോകുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുക. അപ്പോൾ യേശു നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ യോഗ്യത ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്നു, യേശു ചെയ്ത രക്തത്തിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്നു, അവനേറ്റ അടികളുടെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുന്നു. പത്രോസ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 1 പത്രോസ് 2:24 അവൻ്റെ അടികളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. അങ്ങനെ അതിൻ്റെ യോഗ്യതയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവിന് ഈ തിന്മയിൽ നിന്ന് വിട്ടുപോരാനുള്ള ബ്ലെസ്സിങ് കിട്ടും. അതാണ് ഏറ്റവും ഇവിടെ ഈ സഹോദരി ശ്രദ്ധിക്കേണ്ടത്, പറയാനുള്ളത്. അതെ, ഈ ഇപ്പോഴത്തെ കുടുംബത്തിലെ അവസ്ഥയെ ഓർത്ത് ഒരു കാരണവശാലും ഇവൾ നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. യേശുവിൻ്റെ നാമത്തിന് ഈ തിന്മകളുടെ മേൽ അധികാരമുണ്ട്. അച്ഛനിത് പറയുമ്പോഴേ എനിക്ക് ചിലപ്പോൾ നമുക്ക് ഓരോ നീർവീഴ്ച, ചുമ, അങ്ങനത്തെ രോഗങ്ങൾ വരില്ല. രോഗം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു നിരാശയിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതേസമയം ആ നിരാശയെ നമ്മൾ മറികടക്കണമെങ്കിൽ നമ്മൾ കർത്താവിലേക്ക് തിരിയുകയും പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ രോഗത്തെ തന്നെ നേരിടാനുള്ള ശക്തി തരാണ്. അപ്പം അച്ഛൻ ഇവിടെ ഈ സഹോദരിയോട് പറയണത്, ഈ പ്രതിസന്ധി കണ്ട് ഭയക്കരുത്, പ്രത്യുത
യേശുവിനോട് ചേർന്ന് നിൽക്കാനും മാനസാന്തരപ്പെടാനും തയ്യാറാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ മറികടക്കാനുള്ള അപ്പോൾ പ്രത്യാശ ഉണ്ടാകണം എന്നാണ് ഇപ്പം അച്ഛൻ അവസാനം പറയണത്. ഈ തിന്മകളുടെ മേലെല്ലാം യേശുവിന് അധികാരമുണ്ട്. ഓക്കെ. അവിടുന്ന് ഈ തിന്മകളെ കുരിശിൽ പരാജയപ്പെടുത്തിയതാണ്. ആകാശനാടെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റ് ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തു ഈ തിന്മകളെ പരാജയപ്പെടുത്തിയതാണ്. അതിനാൽ അവയ്ക്കൊരിക്കലും ഇവരെ ഭയപ്പെടുത്തുവാനുള്ള കഴിവില്ല. ആ ഭയം കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പൈശാചികമായ പീഡയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭയത്തെ ഉപേക്ഷിക്കുക. ഇതിൽ പറഞ്ഞ ഞങ്ങളാകെ ഭയത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞു എന്ന് ഇതിലെഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രത്യാശ കൊണ്ട് വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം ദൈവം പരിശുദ്ധാത്മാവിലൂടെ തൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സ്നേഹം അനുഭവിക്കുക, ഭയത്തിൽ നിന്ന് രക്ഷ നേടുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അപ്പോൾ ദൈവം ഒരു വഴി തുറന്നു തരുമെന്നാണ് അച്ഛന് പറയാനുള്ളത്. പല ആളുകളും ഈ മന്ത്രവാദത്തിനും കൂടോത്രത്തിനൊക്കെ ആരെങ്കിലും പോയി, വീട്ടിലുള്ളവരാരെങ്കിലും പോയി എന്ന് വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിയുമ്പോൾ ചെകുത്താൻ അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസാണ് ഇവരെ രക്ഷിക്കുവാനായിട്ട് യേശുവിനോടൊപ്പം നിൽക്കേണ്ട ആളുകളുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുക. അപ്പോൾ ഈ ഭയം വന്നു കഴിയുമ്പോഴേക്കും പിന്നെ അവർ ചിന്തിക്കുന്നത് ഇവർ ഈ മന്ത്രവാദം കൊണ്ട് എന്തൊക്കെയല്ലോ അവിടെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ, അതെ, അതെടുത്ത് മാറ്റാനുള്ള ശ്രമത്തിലാണ് വരുന്നത്. അതെ അതെ, അതായത് ആലസ് കിട്ടിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ മാറ്റാം. അതെ. അപ്പം അതിന് ആ രീതിയിൽ ഉപദേശം കൊടുക്കുന്ന ആളുകൾ വരും. ഇവർക്കൊരിക്കലും അങ്ങനെയുള്ളവർക്കൊന്നും ഒരു വിടുതൽ കിട്ടാൻ പോകുന്നില്ല. കിട്ടുന്നത് നമ്മൾ ഈ തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തണമെങ്കിൽ യേശു രക്തത്തിൻ്റെ ശക്തിയിൽ, അവൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ, അവൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിൽ അത് ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുന്നത്. അല്ലാതെ മറുമന്ത്രവാദം ചെയ്തിട്ട് അതിന് പരിഹാരം, മന്ത്രവാദിന് കൊണ്ടുവന്ന് സാധനം എടുത്ത് കളയാനും പിടിക്കാനും അതിന് പുറകെ പോകേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ യേശുവിൻ്റെ പിറകെ പോകാൻ. അതെ. അപ്പം കാരണം നമുക്കിതിൻ്റെ മേലെല്ലാം ഒരു അധികാരം ദൈവം തന്നിരിക്കുന്നു. അത് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അളവില്ലാത്ത യോഗ്യതയിൽ നമുക്ക് പകർന്നു കിട്ടിയ അധികാരമാണിത്. ആ അധികാരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഭർത്താവിനോട് വെറുപ്പോ പിണക്കമൊന്നും വെച്ച് പുലർത്തരുത്. അതെല്ലാം മാറ്റിക്കളയാൻ ഈ സഹോദരി പ്രത്യേകമായിട്ട് തയ്യാറാകുക. എഫേസ്യസുകാരുടെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10 മുതലുള്ള വചനങ്ങൾ ഈ അവസരത്തിൽ ഒന്ന് വായിക്കുകയാണ്. അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചേർത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിനും സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവദിനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെയാണ് ഈ തിന്മയുടെ മേൽ വിജയം വരിക്കേണ്ടത്. അതിനുള്ള വിളി ഈ സഹോദരിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ സഹോദരി തന്നെ ആർക്കാണോ പ്രാർത്ഥിക്കാനുള്ള പ്രേരണ കിട്ടുന്നത് അവരാണ് മുൻകൈ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മുൻകൈ എടുത്ത് ഭർത്താവിനെയും കൂടെ സഹായിക്കുക. അങ്ങനെ രണ്ടുപേരും
ഒരുമിച്ച് യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി നല്ല കുടുംബമായി തീരുവാൻ ഇടയാകട്ടെ. പ്രിയമുള്ളവരെ, വത്സമ്മ എന്ന സഹോദരിയുടെ ഭീതിയുടെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. അച്ഛൻ ഈ സഹോദരിയോട് ആദ്യമേ തന്നെ പറയുന്നത്, ഇന്ന് പല കുടുംബങ്ങളും ആചാരപരമായി ക്രിസ്ത്യാനികളാണെങ്കിലും അവർ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂജിക്കുന്നതിന് പകരം പണത്തെ ഹൃദയത്തിൽ പൂജിക്കുകയാണ്. അങ്ങനെ പണത്തെ പൂജിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ്റെ അനിവാര്യമായ ഒരു അന്ത്യമാണ് ഇത്തരത്തിലുള്ള മന്ത്രവാദത്തിലും കൂടോത്രത്തിലും പോയി വീഴുക എന്നുള്ളത്. ഈസി മണി, പെട്ടെന്ന് ലഭിക്കുന്ന പണം. അപ്പോൾ ഇതൊരു പൈശാചികതയാണ്. ഈ പൈശാചികതയെ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞ് കുടുംബത്തിലെ ഇതിൻ്റെ ഉത്തരവാദിത്വം വത്സമ്മ ആദ്യം തന്നെ ഏറ്റെടുക്കണം. കാരണം ഭർത്താവിനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കാതെ ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പൊതു പ്രശ്നമായിട്ട് തിരിച്ചറിഞ്ഞ് അത് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുക. അങ്ങനെ ഒരു മാപ്പ് ചോദിക്കണമെങ്കിൽ അത് ആദ്യം തന്നെ വചനത്തിലൂടെ വത്സമ്മ തിരിച്ചറിയണം. ഈ കുടുംബത്തിലെ സ്ത്രീക്കും ചില അധികാരങ്ങൾ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ഈ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ആ ക്രിസ്തുവിനോട് വത്സമ്മ കൂടെ ചേർന്നാൽ വത്സമ്മയുടെ ഭർത്താവിന് വേണ്ടിയും യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ വത്സമ്മയുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന ഭർത്താവിന് വേണ്ടി ഉള്ളത് ക്രിസ്തുവിനോട് കൂടി ചേർന്ന് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവിനൊരു മാനസാന്തരം ഉണ്ടാകും എന്നാണ് അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനായി ആദ്യം ഈ തെറ്റ് തിരിച്ചറിയുക, യേശു ക്രിസ്തുവിനെ നാഥനും രാജാവുമായി ഹൃദയത്തിൽ പൂജിക്കുക. 2, യേശു ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. 3-ാമതായിട്ട് ഈ ഭർത്താവിനെയും കൂടോത്രത്തെയും ഒക്കെ ശത്രുവായി കാണാതെ ഇത് ഒരു പൈശാചികമായ അച്ഛൻ അവസാനം വായിച്ച വചനം അതാണ്. അന്ധകാര ശക്തികൾക്കും ദുരാത്മാക്കൾക്കും എതിരെയുള്ള ഒരു യുദ്ധമാണിത്. അതിൽ നീതിയുടെ കവചം വേണം, വിശ്വാസത്തിൻ്റെ പരിച വേണം. അപ്പം അതുകൊണ്ട് ധ്യാനം കൂടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഒരു സന്തുഷ്ടമായ കുടുംബമായിട്ട് വത്സമ്മയുടെ കുടുംബം മാറും എന്നാണ് അച്ഛൻ സൂചിപ്പിക്കുന്നത്. അല്ലാതെ മന്ത്രവാദത്തിന് മറുമന്ത്രവാദം നടത്തി പരിഹാരം തേടാൻ പോകരുത്. സന്തോഷമുള്ളൊരു കുടുംബമായി വത്സമ്മയുടെ കുടുംബം മാറും എന്ന പ്രവചനാത്മകമായ പ്രാർത്ഥനയാണ് അച്ഛൻ ഈ കത്തിന് മറുപടിയായി നൽകുന്നത്. അച്ഛാ, പണത്തെ ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന അനേകം പേരുള്ള ഈ സമൂഹത്തിൽ അവരെ അബദ്ധങ്ങളിലാണ് പോയി വീഴുന്നത്. അവസാനം തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലുള്ള കുരുക്കുകൾ. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വെച്ചാൽ ക്രിസ്തുവിനോടുകൂടി ചേർന്ന് ഈ സഹോദരിക്കും മറ്റുള്ളവർക്കും വേണ്ടി നമുക്ക് മധ്യസ്ഥം വഹിക്കാം. കാരണവാനായ കർത്താവേ, സ്നേഹമുള്ള ഈശോയെ, പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ എത്രയോ പേരാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥനും നാഥനുമായ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റു പല തിന്മയുടെ മാർഗങ്ങളിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് അവർ ഒരിക്കലും ഒന്നും നേടുന്നുമില്ല, അവർ നാശത്തിലേക്കാണ് വരുന്നത്. അതവർ തിരിച്ചറിയുമ്പോൾ തന്നെ അവരുടെ നാശത്തിൻ്റെ കൂമ്പാരം അവരുടെ മേൽ വന്നു കഴിഞ്ഞു. ദൈവമേ, തിന്മയുടെ ശക്തിക്കെതിരെ പോരാടുവാനുള്ള കൃപ നൽകണമേ. ഇന്ന് വായിച്ചു കേട്ട കത്തിലെ വത്സമ്മ എന്ന സഹോദരി സമർപ്പിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളുടെ ഭയത്തിൽ കഴിയുന്ന അനേകരെ സമർപ്പിക്കുകയാണ്. സാത്താനുമേൽ യേശു നേടിയ വിജയം അത് പ്രഘോഷിക്കുവാനും ഏറ്റുപറയുവാനും
വിളി സ്വീകരിച്ചവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മഴ ശക്തികളെയും നിർവീര്യമാക്കിക്കൊണ്ട് യേശുവിൻ്റെ വിജയത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഈ കുടുംബനാഥനെ ഈ തിന്മയുടെ പിടിയിൽ നിന്ന് യേശു നാമത്തിൽ മോചിപ്പിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ സ്തോത്രം. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് പനക്കലച്ചൻ കത്ത് വായിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.